ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് താനൂർ തയ്യാലയിലുള്ള മാഞ്ചസ്റ്റർ മോട്ടോഴ്സിലാണ്. പ്രീമിയം കാർസിന്റെ സെക്കൻഡ് ഹാൻഡ് ഷോറൂം ആണിത്. ഇന്ന് അവരുടെ ഇനോഗ്രേഷൻ ആയിരുന്നു. സോ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ ഒരുപാട് പ്രീമിയം വെഹിക്കിൾസിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഈ ഒരു ബ്ലാക്ക് ഡിഫൻഡർ ആണ്. ആൻഡ് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ചേട്ടാ, ഈ ഒരു വണ്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ഡിഫൻഡർ എന്ന് പറയുന്ന ഈ ഒരു മോഡല് 2021 ഇയർ വരുന്നത്. പിന്നെ ഇതിന് കളർ ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നീട് എന്താ പറയുക, പെട്രോളാണ് ഓപ്ഷൻ. ഇതിൻ്റെ പെട്രോളാണ്. പിന്നെ ഡബിൾ ഡോർ ആണ് വരുന്നത്. ഡിഫൻഡർ HSE എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിഫൻഡർ എന്ന് പറയുന്ന നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയി കിടക്കുന്ന വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 CR 16 lakh ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ആക്സിഡൻസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ ആൻഡ് നീറ്റ് ആണ് വണ്ടി. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വണ്ടിനെ കുറിച്ചാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് പോർഷെ കാമൻ 8 എന്ന് പറയുന്ന ഒരു മോഡലാണ്. 2016 ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ വരുന്നത്. പിന്നെ 2500 കിലോമീറ്റർ ഓടിക്കുന്ന റണ്ണിങ് ചെയ്ത വണ്ടിയാണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു ഗ്രീനാണ് ഇത് വരുന്നത്. പിന്നെ പെട്രോൾ മോഡലാണ് വരുന്നത്. കർണാടക രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 78 lakh ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വാഹനപ്രേമികളുടെ ഹരമായിട്ടുള്ള ഒരു ഓഫ് റോഡ് വണ്ടിയാണ് ലാൻഡ് ക്രൂയിസർ. അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ചേട്ടാ, ഈ വണ്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ഇത് ലാൻഡ് ക്രൂയിസർ V8 ആണ് വരുന്നത്, മോഡൽ വരുന്നത്. ഇതിന്റെ കളർ വൈറ്റ് ആണ്. ആക്സിഡന്റും കാര്യങ്ങളും ഒന്നുമില്ല. 2008 മോഡൽ വരുന്നത് എന്നുണ്ടെങ്കിലും 2017 കൺവേർട്ട് ചെയ്തൊരു മോഡലാണ് ഇത് വരുന്നത്. പിന്നെ ഡീസൽ ഓപ്ഷനാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. പിന്നെ 1.30 ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. അപ്പൊ ഇവിടെ ഒരു അടിപൊളി ഇ ക്ലാസ് ബെൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചോദിച്ചറിയാം. ഈ ഒരു ബെൻസ് E250 എന്ന് പറയുന്ന ഒരു മോഡലാണ് വരുന്നത്. അത് 2014 ഇയർ ആണ് വരുന്നത്, മോഡൽ വരുന്നത്. ഇതിന്റെ കിലോമീറ്റർ റൺ ചെയ്തുള്ള കിലോമീറ്റർ 83,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഗ്രേ കളറാണ്. അത്യാവശ്യം നീറ്റാണ്. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് വെഹിക്കിൾ ഉണ്ട്. ടൊയോട്ടയുടെ അൽഫാർഡ് ആണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഇതാണ് ആ ടൊയോട്ടയുടെ അൽഫാർഡ് എന്ന് പറയുന്നത് മോഡൽ. കളർ ബ്ലാക്ക് കളറാണ് വരുന്നത്. വണ്ടി പ്യൂർ ബ്ലാക്ക് ആണ്. അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാഹനമാണ്. പിന്നെ എന്ന് പറയുന്നത് ഇത് 10,700 കിലോമീറ്റർ ആണ് ഇതിൻ്റെ കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള കിലോമീറ്റർ. രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ 33 ലക്ഷമാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പെട്രോളാണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഒരു വിന്റേജ് വെഹിക്കിൾ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഈ ഒരു ബെൻസ് എന്ന് പറയുന്നത് വിന്റേജ് വെഹിക്കിളാണ്. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ നിരത്തുകൾ ചീറിപ്പാഞ്ഞ് നടന്നിരുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ, അത് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മോഡലുള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഇത് 94 മോഡലാണ് വരുന്നത്. 65,000 കിലോമീറ്റർ ആണ് ഇത് റൺ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഡീസലാണ് ഇതിൻ്റെ വേരിയന്റ് വരുന്നത്. 3 lakh എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 lakh ആണ്. ഞങ്ങൾ 4-5 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്.
പിന്നെ ഇത് എറണാകുളം മറ്റേ ഓൾ കേരള ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഫ്രീലാൻസ് ആയിട്ടും വേറെ ഷോറൂമുകളായിട്ടൊക്കെ ടൈപ്പ് ആയിട്ടായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്. അപ്പം പിന്നെ ഒരു ആശയം തോന്നിയത് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ഷോറൂം മികച്ച രീതിയിൽ കസ്റ്റമർക്ക് കൊടുക്കാമെന്നും എങ്ങനെ നല്ല റേറ്റിൽ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികൾ, അതായത് സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടികൾ നമ്മളവർക്ക് കൊടുക്കാമെന്നും ആലോചിച്ച് നമുക്ക് തന്നെ ഒരു ഷോറൂം എന്നുള്ള ഒരു ഇത് ഞങ്ങളൊരു ആശയം വന്നു. ആ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം ഉണ്ടായതും. ഒരു 6 മാസത്തെ ഒരു ഇതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു കഠിനാധ്വാനം എന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പം ഈ ഒരു നിലയിൽ എത്തി. ഏത് രീതിയിലുള്ള കസ്റ്റമറാണോ അത് അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രീമിയം ആണെങ്കിൽ പ്രീമിയം ചെയ്യുന്നുണ്ട്, അത് ലോവസ്റ്റ് ലോസ് ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലുള്ള വണ്ടികളും ചെയ്യുന്നുണ്ട്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ ക്വാളിറ്റിയും കാര്യമൊക്കെ ഉള്ള വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത്. ഷോറൂം ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടികൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ആക്സിഡന്റ് ഹിസ്റ്ററിയോ അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. നമ്മൾ നല്ല ഉപഭോക്താവിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പ്രീമിയം കാർസിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളിവിടെ കണ്ടു. അപ്പോൾ കാർസിനോട് ക്രൈസുള്ള എല്ലാവരും വന്നിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് താനൂർ തയ്യാലയിലെ മാഞ്ചസ്റ്റർ മോട്ടോഴ്സ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.